നമസ്കാരം. തന്മാത്രകൾക്കുള്ളിലെ രഹസ്യ കോഡുകൾ എങ്ങനെ വായിച്ചെടുക്കാം? അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി എന്ന ടെക്നിക്ക് ഉപയോഗിച്ച്. എല്ലാവർക്കും സ്വാഗതം. ഈ ഗ്ലൂക്കോസിന്റെ IR സ്പെക്ട്രം കണ്ടിട്ട് തല കറങ്ങുന്നുണ്ടോ? സ്വാഭാവികമാണ്. ഒറ്റനോട്ടത്തിലിത് കണ്ടാൽ എന്തൊക്കെയോ വരകളും കുത്തുകളും നിറഞ്ഞ ഒരു കാർഡ് പോലെ തോന്നും, അല്ലേ? പക്ഷെ പേടിക്കേണ്ട, സംഭവം സിമ്പിളാണ്. ഇത് വായിച്ചെടുക്കാനൊരു എളുപ്പവഴിയുണ്ട്. ആ മോളിക്യൂളിലെ പ്രധാനപ്പെട്ട ബിൽഡിംഗ് ബ്ലോക്കുകൾ, അതായത് ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് ഒറ്റനോട്ടത്തിൽ കണ്ടുപിടിക്കാൻ അതിനാണ് IR സ്പെക്ട്രോസ്കോപ്പി നമ്മളെ സഹായിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ക്ലൂസ് കണ്ടെത്തുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഏത് IR സ്പെക്ട്രം കിട്ടിയാലും അത് വായിച്ചെടുക്കാനുള്ളൊരു ചീറ്റ് കോഡുണ്ട്. ഒരു 80-20 റൂൾ എന്നൊക്കെ പറയാം. അതായത് സ്പെക്ട്രത്തിലെ 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഏകദേശം 80% വിവരങ്ങളും നമുക്ക് അവിടുന്ന് കിട്ടും. അപ്പോൾ എന്താണ് ഈ ചീറ്റ് കോഡ് എന്നല്ലേ? ഇതാണ് രഹസ്യം. നാവും വാളും ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ? ആദ്യം നാവ് എന്താണെന്ന് നോക്കാം. ഏകദേശം 3700-നും 3400 സെന്റിമീറ്റർ എസ്ട്രേസർ -1 ഇടയ്ക്ക് ഒരു വീതിയുള്ള ഉരുണ്ട സിഗ്നൽ കണ്ടാൽ അതാണ് നമ്മുടെ നാവ്. അത് പറയുന്നത് ആ മോളിക്യൂൾ ഒരു OH ഗ്രൂപ്പ്, അതായത് ഒരു ആൽക്കഹോൾ ഉണ്ടെന്നാണ്. ഇനി വാൾ, അത് ഏകദേശം 1650-നും 1800-നും ഇടയിൽ കാണുന്ന നല്ല കൂർത്ത സ്ട്രോങ് ആയ ഒരു പീക്കാണ്. വാള് പോലെ തന്നെ. ഇത് കണ്ടാൽ ഉറപ്പിക്കാം അവിടെ ഒരു സിംഗിൾ ബോണ്ട് O ഗ്രൂപ്പ്, അതായത് ഒരു കാർബോണിൽ ഗ്രൂപ്പ് ഉണ്ട്. ഈ ഉദാഹരണം നോക്കൂ. ഇത് 1-ഹെക്സനോൾ എന്ന ആൽക്കഹോളിന്റെ സ്പെക്ട്രമാണ്. കണ്ടില്ലേ? ആ 3300-ന്റെ അടുത്ത് നല്ല വീതിയുള്ളൊരു സിഗ്നൽ, അതാണ് നമ്മൾ പറഞ്ഞ നാവ്. എന്തുകൊണ്ടാണ് ഇതിനിത്ര വീതി എന്നറിയാമോ? ഹൈഡ്രജൻ ബോണ്ടിംഗ് കാരണം ആ OH ബോണ്ടിന് പലതരത്തിൽ വൈബ്രേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ പരന്ന് കാണുന്നത്. ഇത് കണ്ടാൽ തന്നെ ഉറപ്പിക്കാം അതൊരു ആൽക്കഹോളാണ്. ഇനി നമുക്ക് വാള് നോക്കാം. ഇത് ഹെക്സനാൽ എന്ന മോളിക്യൂളിന്റെ സ്പെക്ട്രം. ആ 1700-ന്റെ അടുത്ത് നിൽക്കുന്നയാള് കണ്ടോ? എന്ത് ഷാർപ്പ്, എന്ത് സ്ട്രോങ് ആണെന്ന്. അതാണ് കാർബണിൽ ഗ്രൂപ്പിന്റെ സിഗ്നൽ. ഒരു സ്പെക്ട്രം എടുത്താൽ അതിലെ ഏറ്റവും കരുത്തനായ പീക്ക് മിക്കവാറും ഇതുതന്നെയായിരിക്കും. അതുകൊണ്ട് ഇത് കണ്ടാൽ പിന്നെ വേറൊന്നും ആലോചിക്കേണ്ട. അപ്പോൾ നമുക്ക് നാവ് കിട്ടി, വാള് കിട്ടി. ഇനി ചിലപ്പോൾ ഇതിലും വലിയൊരെണ്ണം വരും. കാർബോക്സിലിക് ആസിഡിന്റെ കാര്യത്തിൽ ആ OH സിഗ്നൽ ഉണ്ടല്ലോ, അതൊരു സാധാരണ നാവ് പോലെയല്ല. അതിലും ഒരുപാട് വീതിയുണ്ടാകും. നമ്മൾ തമാശയ്ക്കതിനെ ഒരു രോമമുള്ള താടി എന്നൊക്കെ പറയാറുണ്ട്. കാരണം അത് 3000-ന്റെ താഴേക്ക് വരെ ഇങ്ങനെ പടർന്നു കിടക്കും. അതോടൊപ്പം ഒരു വാളും കാണും. അപ്പോൾ ഈ താടിയും വാളും ഒരുമിച്ച് കണ്ടാൽ സംശയിക്കേണ്ട, അതൊരു കാർബോക്സിലിക് ആസിഡാണ്. ഓക്കെ, അപ്പോൾ നാവും വാളും താടിയുമൊക്കെ വെച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. പക്ഷേ ഇതിന് പിന്നിലുള്ള സയൻസ് എന്താണ്? എന്തുകൊണ്ടാണ് ഈ ബോണ്ടുകളൊക്കെ ഇങ്ങനെ വ്യത്യസ്തമായ സിഗ്നലുകൾ തരുന്നത്? നമുക്ക് നോക്കാം. ഇതിനെ മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി ബോൾ ആൻഡ് സ്പ്രിംഗ് മോഡലാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ആറ്റങ്ങൾ ചെറിയ ബോളുകളാണ്. അവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കെമിക്കൽ ബോണ്ടുകൾ സ്പ്രിംഗുകളും. ഈ സ്പ്രിംഗുകൾ എപ്പോഴും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലേ? അതുപോലെ തന്നെയാണ് ബോണ്ടുകളും. ഓരോ തരം ബോണ്ടിനും അതിൻ്റേതായ ഒരു പ്രത്യേക വൈബ്രേഷൻ ഫ്രീക്വൻസിയുണ്ട്. ഇത് ആറ്റങ്ങളുടെ മാസും ആ ബോണ്ടിന്റെ സ്ട്രെങ്തും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ വൈബ്രേഷൻ വെച്ച് എങ്ങനെയാണ് ഒരു സ്പെക്ട്രം ഉണ്ടാകുന്നത്? വളരെ സിമ്പിളാണ്. ഒന്നാമത്തെ കാര്യം, ഈ ബോണ്ടുകൾ എപ്പോഴും വൈബ്രേറ്റ് ചെയ്യുന്നു. രണ്ടാമത്, ഓരോ ബോണ്ടിനും അതിൻ്റേതായ ഒരു പാട്ട്, അതായത് ഒരു പ്രത്യേക ഫ്രീക്വൻസിയുണ്ട്. ഇനി നമ്മൾ ഇൻഫ്രാറെഡ് ലൈറ്റ് ഈ മോളിക്യൂളിലേക്ക് അടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഓരോ ബോണ്ടും അതിന്റെ പാട്ടുമായി മാച്ചാകുന്ന ഫ്രീക്വൻസിയിലെ ലൈറ്റിനെ മാത്രം വലിച്ചെടുക്കും, അഥവാ അബ്സോർബ് ചെയ്യും. അപ്പോൾ ഏതൊക്കെ ഫ്രീക്വൻസി ലൈറ്റാണ് അവിടെ മിസ്സായതെന്ന് നമ്മളൊരു ഗ്രാഫിൽ വരയ്ക്കുന്നു. ആ ഗ്രാഫാണ് നമ്മൾ കാണുന്ന IR സ്പെക്ട്രം. സംഭവം ഇത്രയുള്ളൂ. ഇനി സ്പെക്ട്രത്തിന്റെ വലതുവശത്തേക്കൊന്ന് നോക്കിക്കേ. ഏകദേശം 1500 സെന്റിമീറ്റർ-1 താഴോട്ടുള്ള ഭാഗം. അവിടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു പീക്കുകൾ കാണാം, അല്ലേ? ആ ഭാഗത്തിനൊരു പേരുണ്ട്, ഫിംഗർ പ്രിന്റ് റീജിയൻ. നമ്മുടെ വിരലടയാളം പോലെ ഓരോ മോളിക്യൂളിനും ഈ ഭാഗം യുണീക്കായിരിക്കും. ഓക്കേ, അപ്പോൾ നാവും വാളും നമുക്ക് പിടികിട്ടി. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽസ് തരുന്ന 2 സൂചനകൾ കൂടി നോക്കാം. ഇതൊരു കിഡിലൻ ട്രിക്കാണ്. സ്പെക്ട്രത്തിലെ 3000 സെന്റിമീറ്റർ² എന്ന നമ്പറില്ലേ, അതിനെ ഒരു ബോർഡർ ലൈനായിട്ട് സങ്കല്പിക്കുക. ആ ലൈനിന്റെ മുകളിൽ, അതായത് 3000-ൽ കൂടുതൽ ഫ്രീക്വൻസിയിലെ CH പീക്കുകളുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ മോളിക്യൂളിൽ C ഡബിൾ ബോണ്ടുകൾ ഉണ്ട് എന്നാണ്. ഇനി എല്ലാ CH പീക്കുകളും ആ 3000 എന്ന വരയുടെ താഴെയാണെങ്കിലോ അതിന്റെ അർത്ഥം അവിടെ സിംഗിൾ ബോണ്ടുകൾ മാത്രമേ ഉള്ളൂ എന്നാണ്. സിമ്പിൾ അല്ലേ? ഇനി സ്പെക്ട്രത്തിലെ മറ്റൊരു രസകരമായ സ്ഥലം, ഏകദേശം 2200 സെന്റിമീറ്റർ-1ന്റെ പരിസരം. ഈ ഭാഗം ഒരു പ്രേതനഗരം പോലെയാണ്. സാധാരണയായി അവിടെ ഒരു സിഗ്നലും കാണില്ല.
എക്ദം സൈലന്റ് ആയിരിക്കും. പക്ഷേ ആ പ്രേതനഗരത്തിൽ ഒരു കുഞ്ഞ് സിഗ്നൽ എങ്ങാനും നിങ്ങൾ കണ്ടാൽ അതിനർത്ഥം അവിടെ ഒരു ട്രിപ്പിൾ ബോണ്ട് ഒളിച്ചിരിപ്പുണ്ട് എന്നാണ്. ഒരു C+C അല്ലെങ്കിൽ C+N ആകാം. സാധാരണ വീക്ക് സിഗ്നലുകൾക്ക് നമ്മൾ വലിയ വില കൊടുക്കാറില്ല. പക്ഷേ ഈ ഏരിയയിൽ കാണുന്ന ഒരു കുഞ്ഞ് സിഗ്നൽ പോലും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്രയും പുതിയ സൂത്രങ്ങളൊക്കെ പഠിച്ചില്ലേ? ഇനി നമുക്ക് ആദ്യം കണ്ട നമ്മളെ പേടിപ്പിച്ച ആ ഗ്ലൂക്കോസ് സ്പെക്ട്രത്തിലേക്ക് ഒന്നുകൂടെ തിരിച്ചു പോവാം. ഇപ്പോൾ അത് കാണുമ്പോൾ എന്ത് തോന്നുമെന്ന് നോക്കാം. ശരി, റെഡിയല്ലേ? 1 മിനിറ്റ് കൊണ്ട് നമുക്കിത് അനലൈസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, ഒരു നാവ് കാണുന്നുണ്ടോ 3300-ന്റെ അടുത്ത്? യെസ്, ഉണ്ട്. അപ്പോൾ OH ഗ്രൂപ്പുകളുണ്ട്. അടുത്തത് 1700-ന്റെ അടുത്ത് ഒരു വോളുണ്ടോ? ഇല്ല. അപ്പോൾ C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് ഇല്ല. ഇനി 3000 എന്ന ലൈനിന് മുകളിൽ പീക്കുകൾ നല്ലതും അതുമില്ല. അപ്പോൾ ആൽക്കീൻ CH ബോണ്ടുകളുമില്ല. അവസാനം 2200-ലെ പ്രേതനഗരം, അവിടെ എന്തെങ്കിലുമുണ്ടോ? ഇല്ല, ഖാലിയാണ്. അപ്പോൾ ട്രിപ്പിൾ ബോണ്ടുമില്ല. കണ്ടോ? ആദ്യം കണ്ടപ്പോൾ എന്തോ വലിയ സംഭവമായി തോന്നിയ സ്പെക്ട്രത്തിൽ നിന്ന് ഇപ്പോൾ നമ്മൾ എത്ര പെട്ടെന്നാണ് പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം കണ്ടെത്തിയത്? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു IR സ്പെക്ട്രം എന്ന് പറയുന്നത് ഒരു മോളിക്യൂളിൻ്റെ ഫിംഗർ പ്രിൻ്റാണ്. അതിൻ്റെ ഒരുപാട് രഹസ്യങ്ങൾ അത് നമ്മളോട് പറയും. പക്ഷെ ഓർക്കുക, ചിലപ്പോൾ ആ ഫിംഗർ പ്രിൻ്റ് അല്പം മങ്ങിയതായിരിക്കാം. അപ്പോൾ അടുത്ത തവണ നിങ്ങളൊരു സ്പെക്ട്രം കാണുമ്പോൾ ഈ ഡേറ്റയുടെ ഉള്ളിലേക്ക് നോക്കി എന്തൊക്കെ രഹസ്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഈ ഒരു ചിന്തയോടെ നിർത്തുന്നു. അടുത്തൊരു വിഷയമായി വീണ്ടും കാണാം.